ബോസ് വീട്ടിലെ എല്ലാവർക്കും ഗബ്രിയെ പേടിയാണോ? ഗബ്രി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എതിർത്ത് സംസാരിക്കാനോ അതിനെ എതിർത്ത് എന്തെങ്കിലും പറയാനോ ഒന്നിനും തന്നെ ഒരു ധൈര്യവും ആ വീട്ടിലുള്ളവർ കാണിക്കുന്നത് കാണുന്നേയില്ല. സിബിൻ ഉണ്ടായിരുന്ന സമയത്താണ് സിബിനും ഗബ്രിയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമ്മൾ അങ്ങോട്ട് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് തന്നെ ഇപ്പോഴത്തെ ഒരു സംഭവം എടുത്തു നോക്കാം. ആ ചപ്പാത്തിയുമായുള്ള വിഷയം. ചപ്പാത്തി, എനിക്കൊരു ചപ്പാത്തി കൂടുതൽ വേണമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ അൻസിബ പറ്റില്ല, ആദ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അൻസിബ എന്താ മനുഷ്യത്വമില്ലേ, എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അൻസിബ അവിടെ നിന്ന് പെറുപെറുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ എന്തുകൊണ്ട് ഒരാൾക്ക് ഗബ്രിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചുകൂടാ? എല്ലാവർക്കും തുല്യമായിട്ടല്ല ഇവിടെ കൊടുക്കുന്നത്. ഗബ്രിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കാനായിട്ട് എന്തുകൊണ്ട് ഒരാൾക്ക് പോലും ധൈര്യം വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവർക്കും എന്ത് ഗബ്രിയെ പേടിയാണോ? ഗബ്രിയുടെ അത്രയ്ക്ക് വായിലെന്ന് അവ തനിക്ക് ആർക്കും ഇല്ല എന്നുള്ള പേടിയാണോ? ഇവിടെ കാറിലിരുന്നുകൊണ്ട് വല്ലാണ്ട് സംസാരിക്കുന്ന ഒരു സായി കൃഷ്ണയുണ്ട്. അവിടെ ഒരാളുടെ അടുത്ത് ഒരക്ഷരം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ അഭിഷേക് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. വന്ന ദിവസം തന്നെ വലിയ സംഭവമാണ്, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് അഭിഷേക് ശ്രീകുമാർ ഉണ്ട്. അവിടെ ഒരു അക്ഷരം പിന്നെ അതിന് ശേഷം മിണ്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അർജുൻ ഒരു കാര്യത്തിലും ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ സ്വന്തമായി ഗെയിം കളിക്കുന്നു, അവിടെ ടാസ്കുകൾ തരുന്നത് കളിക്കുന്നു എന്നല്ലാതെ ഒരു കാര്യത്തിലും കാര്യമായിട്ട് ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കാട്ടുതീയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ കയറി ചെന്നിട്ടുണ്ട്, സിജോ. കാട്ടുതീയായിട്ട് പോയിട്ട് ഒരു തീപ്പൊരി പോലും ഉണ്ടാക്കാനായിട്ട് സിജോയ്ക്ക് ഇതുവരെ അവിടെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ആകെ അവിടെ എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞത് അബിയാണ്. അബി, ആ ബാക്കിയുള്ള ഒരാളും കാണിക്കാത്ത ധൈര്യം അവിടെ കാണിച്ച വ്യക്തി എന്ന് പറയുന്നത് അബി മാത്രമാണ്. പിന്നെയും നന്ദനയാണ്. ബാക്കി ഒരെണ്ണത്തിന് ഒരു വകയ്ക്ക് കൊള്ളില്ല എന്ന് പറയേണ്ടി വരും. എല്ലാം ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയി ഞങ്ങൾ വലിയ ഗെയിം കളിക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ, വലിയ വലിയ ഡയലോഗുകളും വലിയ വലിയ വാചകങ്ങളും ഭയങ്കര ഗെയിം പ്ലാനുകളൊക്കെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുമെന്നല്ലാതെ നാക്കെടുത്ത് പുറത്തേക്ക് നീട്ടിയിട്ട് ഒരു അക്ഷരം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അവിടെ ഇവിടെയും കുത്തിയിരുന്നുകൊണ്ട് കുറെ ഗെയിം പ്ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഭവമാണ് ഞങ്ങളെന്ന് വരുത്തി തീർത്തുകൊണ്ട് സംസാരിക്കുന്നതല്ലാതെ ഒരെണ്ണത്തിന്റെ ഗെയിം ഇതുവരെ പുറത്തു വന്നത് നമ്മൾ കണ്ടിട്ടില്ല. സത്യത്തിൽ ഇവരെല്ലാവരും ഗബ്രിയെ ഭയന്നാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ ആ ഗബ്രിക്ക് ആ കപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാൽ പോരെ? ഗബ്രിക്കും ജാസ്മിനും കൂടിയിട്ട് അങ്ങോട്ട് കപ്പ് അങ്ങോട്ട് കൊടുക്കുക, ബിഗ് ബോസെ കൊടുത്തു വിടാം. അല്ലാതെ ഈ ബാക്കിയുള്ള ഒരെണ്ണത്തിന് അവിടെ നിർത്തിയിട്ട് ഒരു ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരെണ്ണം വായ തുറന്ന് എതിർക്കേണ്ട സ്ഥാനത്ത് എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഗബ്രിയുടെ ഭാഗത്താണോ തെറ്റ്, നമ്മുടെ ഗബ്രിയുടെ ഭാഗത്തോ റസ്മിന്റെ ഭാഗത്തോ ഇനി പോട്ടെ അൻസിബയുടെ ഭാഗത്തോ ആരുടെ ഭാഗത്താണ് തെറ്റും ശരിയും എന്നൊക്കെ നോക്കിയാൽ പോലും